നാളെ രാവിലെ 9, അതായത് സൺഡേ രാവിലെ 10 മണിക്ക് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വലിയൊരു കളക്ഷനുമായിട്ട് ഞാൻ വരുന്നതാണ്. റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ എൻക്വയറിക്കാരെന്നുമുണ്ട്. ഒരു 10-25 എണ്ണമെങ്കിലും ഡെയിലി വരും. അപ്പം അതിപ്പോൾ ഒരാഴ്ച ഗ്യാപ്പും ആയിപ്പോയില്ലേ. പുതിയ കളക്ഷൻസ്, പുതിയ പ്രിൻറ്റും പുതിയ ഡിസൈൻസും വന്നിട്ടുണ്ട്. ഓൾഡ് ഡിസൈൻസിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. ആദ്യം നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എന്നോട് വിശേഷം? സുഖാണോ? മഞ്ഞുണ്ടോ, മഴയുണ്ടോ, ചൂടുണ്ടോ, വെയിലുണ്ടോ, തണുപ്പുണ്ടോ? എന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന രാവിലെ ആയതുകൊണ്ട് തന്നെ രാവിലെ വന്നിട്ടെന്ന് പറയാം. വൈകുന്നേരമായിരിക്കും ഇത് കാണുന്നത്. ചളിയടി തുടങ്ങിയല്ലേ. ഈ മഞ്ഞും മഴയും വെയിലും ചൂടും ഒക്കെ മാറി മാറി വരുന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറി മാറി വരും. ചിലർക്ക് തണുപ്പായിരിക്കും ഇഷ്ടം. അപ്പോൾ തണുപ്പിന് വേണ്ടിയിട്ടുള്ള എന്നെപ്പോലുള്ളവർക്ക് ജൂൺ മാസവും മഴക്കാലമാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കും. മഴ വരാതിരിക്കത്തില്ല, ഉറപ്പായിട്ടും മഴ വരും. അപ്പം അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഇപ്പം ഏതവസ്ഥയാണോ ആ അവസ്ഥയെല്ലാം മാറും. അതിൻ്റെയൊക്കെ നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ക്ഷമ വേണം, ക്ഷമയോടെ കാത്തിരിക്കണം. അല്ല ധൃതിപ്പെട്ടിട്ട് ആവലാതിയും പരാതിയും പറഞ്ഞ് നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മളെയും സ്വയം ഇതാക്കിയിട്ട് കാര്യമില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. എല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ എല്ലാം ദൈവം തമ്പുരാൻ തരും. പിന്നെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, അതും വേണം. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് വിശ്വാസം കൂടി കഴിയുമ്പോൾ നമുക്ക് ധൈര്യം കൂടും. ധൈര്യം കൂടി കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ കുറയും. അപ്പോൾ വിശ്വാസം കൂട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമായിട്ട് സംസാരിക്കണം. ഭയങ്കര തത്വശാസ്ത്രമൊക്കെ രാവിലെ. നമ്മുടെ കാഞ്ചിപ്പട്ടിൻ്റെ ഒരു റിപ്ലിക്ക എന്ന് പറയാവുന്ന സാരിയാണ്. ഫങ്ഷൻ വെയർ സാരിയാണ്, പക്ഷേ വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇതിപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിട്ട് 15,000 രൂപയാണ്, 12,000 രൂപയാണ്, 10,000 രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഭയങ്കരമായിട്ട് വില നമ്മുടെ മനസ്സിൽ കയറും. വലിയൊരു സാരിയാണ്. ഇതിന് അതേസമയം 2,000 രൂപയുള്ളൂ, 3,000 രൂപയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ വില ഇടിഞ്ഞു പോകും. അതിലൊരു കാര്യമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. 15,000 രൂപയുടെ സാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 15,000 രൂപയുടെ സാരിയാണ്. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സാരിയാണ്. അത് ആ രീതിക്ക് വിൽക്കുന്നവരുമുണ്ട്, അല്ലാതെ വിൽക്കുന്നവരുമുണ്ട്. അപ്പോൾ എന്നാ പണ്ട് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ വെള്ളിയാനയ്ക്ക് എന്തിനാ മണി കിട്ടുന്നതെന്നോ ഞാനത് ചോദിച്ച പോലെ. ചിലത് പറഞ്ഞു കഴിയുമ്പോൾ ചിലത് വലിയ ഇതാവും. ചില സാധനങ്ങൾ അതിന് ഭയങ്കര വില മതിപ്പ് തോന്നിക്കും. പക്ഷെ അതേ വില മതിപ്പുള്ള സാധനമാണ് വില കുറച്ച് കിട്ടുന്നതെന്നുള്ള സത്യം നമ്മൾ അറിയുന്നില്ല. ഇതെന്താ നല്ല മാങ്കോയല്ലോ. അതിനകത്ത് ഇങ്ങനൊരു അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ സറി. ഇത് കാഞ്ചിപ്പട്ടിൻ്റെ അതേ കാഞ്ചിപ്പട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കാഞ്ചിപ്പട്ടെന്ന് പറഞ്ഞാൽ പോലും, കാഞ്ചി സിൽക്ക് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കാത്തതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റേറ്റ് കണ്ടിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ ചുമ്മാ കുറേ റേറ്റ് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്രയ്ക്ക് പെർഫെക്ഷനും അത്രയ്ക്ക് ഗുണവും അത്രയ്ക്ക് എന്നാ പറയുന്നത് ക്വാളിറ്റി കണ്ടാലും ഇടാനും വില മതിപ്പ് തോന്നുന്നതുമായിട്ടുള്ള സാരി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. നല്ല സാരി അല്ലേ. ഇതാണ് ഇതിൻ്റെ മുന്താണി. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുന്താണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറൽ, നമ്മുടെ പട്ടയിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഡിസൈൻ മുന്താണി ചെയ്യുന്നത് വളരെ വിരളമാണ്. ഇതപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പട്ടയിൽ ഫ്ലോറൽ പ്രിന്റ്. പക്ഷേ ഇതുണ്ടോ ഇവിടേക്ക് നല്ലൊരു ഗോൾഡൻ വീവിങ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിരിക്കുന്നതും ഗോൾഡൻ വീവിങ് ആണ്. എന്നിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിരിക്കുക. ഇവിടെ ഇങ്ങനെ നല്ല സാരിയാണ്. ഇനി എൻ്റെ ബ്ലൗസും കൂടെ കാണിച്ചു തരാം. ഇത് വരും ബ്ലൗസ്. ഗോൾഡൻ ബുട്ട വരുന്ന ടെമ്പിൾ ഡിസൈൻ വരുന്ന ഇത്. ഇവിടുത്തെ ഈ ടെമ്പിൾ ഡിസൈൻ തന്നെ ബ്ലൗസിനും വരും. ഈ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ബ്ലൗസ് വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു 1 പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല കാഞ്ചിപ്പട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൻ്റെ സ്റ്റഫ് എന്താ നല്ലതായിരിക്കും. ഇതാണ് ആദ്യത്തെ കളറ്. ഇതൊരു ഒലീവ് ഗ്രീൻ പാരറ്റ് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്, നല്ലൊരു പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒലീവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം വരുന്ന കളേഴ്സ് മിക്കതും ഇങ്ങനെ കേട്ടോ കളർ മിക്സിങ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്കത് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പണ്ട് നമ്മൾ പച്ച മഞ്ഞ നീല മഞ്ഞ അത് പറഞ്ഞാൽ അതാണ് കളർ. പീക്കോക്ക് ബ്ലൂ എന്ന് പറയും. ഇപ്പം പീക്കോക്ക് ബ്ലൂവിനകത്ത് സ്കൈ ബ്ലൂ മിക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു നല്ലതാട്ടോ. റയർ കളേഴ്സ് നമുക്ക് കിട്ടത്തില്ലേ. ഇത് നല്ലൊരു കളറ്. പാരറ്റ് ഗ്രീൻ ആണ് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നത്. മുന്താണി മുമ്പത്തെ പോലെ തന്നെ മെറൂൺ. ഇതെല്ലാം വീവിങ് ആണ് കേട്ടോ. ഇതെല്ലാം വീവിങ് ആണ്. വീവിങ് സാരിയാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ
നല്ല പട്ട സാരി. ബ്ലൗസ് കാണിച്ചല്ലോ അല്ലേ? ആ സെയിം ആ മെറൂൺ ബ്ലൗസാണ്. ഇതിപ്പം വന്നിട്ട് ഇതിൻ്റെ കളർ എനിക്ക് പറയണമെങ്കിലുണ്ടല്ലോ, റെഡെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, ചില്ലി റെഡെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. തന്നെ ചാമ്പയ്ക്ക നല്ല ചുവന്ന് തൊടുത്ത് പഴുത്ത് കിടക്കത്തില്ലേ, പഴുത്തപ്പടിയായി പോകത്തില്ല, അങ്ങനത്തെ ഒരു കളറാണ് ഇത്. അതായത് നല്ല റെഡും പീച്ചും കൂടെ ഒക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന ചില്ലി റെഡ്. ഇതിനകത്ത് പറയുന്ന ചില്ലി റെഡിൻ്റെ ഒരു മിക്സ് ഉണ്ട്, പീച്ചിൻ്റെ ഒരു മിക്സ് ഉണ്ട്, റെഡിൻ്റെ ഒരു മിക്സ് ഉണ്ട്. അങ്ങനെ ഒരു കളറാണ് കേട്ടോ, നല്ലൊരു കളറാണ്, നല്ല എടുപ്പ് തോന്നിക്കും. ബോഡി മെറൂൺ. എനിക്ക് എന്നാ ഇഷ്ടമാണ്. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടല്ലോ, ഒരു സാരി എടുത്തോണ്ട് പോകണമെന്നൊക്കെ തോന്നി. എന്നാ സോഫ്റ്റ്, എന്നാ സുഖമാണെന്നറിയാം, എന്നാ രസമായിട്ട് കാണാം. ഇത്തലി ബുട്ടായും കൂടെ പോയിക്കുന്നതുകൊണ്ട് ഭയങ്കര രസമാണ്. ഇനി അടുത്തത് നമ്മുടെ ബനാറസി സാരി. എന്താ സോഫ്റ്റ് ബനാറസി, വിസ്കോസ് ബനാറസി, സോഫ്റ്റ് ബനാറസി, വിസ്കോസ് ബനാറസി, ചാർക്കോൾ വീവിങ്, ഇതെല്ലാം ആയിട്ടുള്ള ചാർക്കോൾ സെറി. കഴിഞ്ഞ ദിവസം ഞാനിത് കാണിച്ചാട്ടോ. ഇതല്ല ഇതിൻ്റെ മോഡൽ സാരി. ഈ സാരി കാണിച്ചിട്ടില്ല, ഇത് നമുക്ക് പുതിയത് വന്ന സ്റ്റോക്ക് വന്നതാ. ഈ കളേഴ്സ് അല്ല കാണിച്ചത്. നല്ല സാരിയാണ്. ഇതിപ്പം വാടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ്, വാടാമുല്ലയും ഈ ഒരു ചാർക്കോൾ സെറി വീവിങ്ങും കൂടെ കൂടിയിട്ട്, അതായത് ബ്ലാക്ക് വീവിങ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റാണ്. വിസ്കോസ് ബനാറസിയാണ്, ചുമ്മാ പടപടാന്ന് നിൽക്കുന്ന ആ സംഭവമല്ല. വിസ്കോസിൻ്റെ സോഫ്റ്റ് ബനാറസി. ഒട്ടും നമുക്ക് വണ്ണം തോന്നിക്കത്തില്ല, ഓവറായിട്ട് വണ്ണം തോന്നിക്കത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത് കവി. ഒട്ടും തോന്നിക്കത്തില്ല എന്നുള്ളതല്ല. ബ്ലൗസ് ഇത്. എന്നിട്ട് ബോഡിയിൽ, ബോഡിയിലല്ല, കയ്യിൽ ഇത് വരും. നിലത്ത് നിൽക്കാൻ മേലായിട്ടാണ് ഈ ആകാശത്തിൻ്റെ മണ്ട കയറി നിൽക്കുന്നത്. മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതുണ്ടോ? മസ്റ്റാർഡ് മഞ്ഞയും പച്ചയും, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മഞ്ഞയും പച്ച. ഇനിയിപ്പോൾ വിഷു അങ്ങോട്ട് വരുമ്പോഴത്തേക്കും മഞ്ഞയും പച്ചയുടെ ആൾക്കാരായിരിക്കും. ഞാൻ കുറച്ച് മഞ്ഞയും പച്ച സാരിക്കൊക്കെ ഓർഡറൊക്കെ പറഞ്ഞിട്ടിരിക്കുക. ഇതല്ല, മറ്റേ ഇത് നമ്മുടെ ബനാറസിക്കകത്ത് പെടുന്ന മറ്റേ അല്ലാതെ സെമി സിൽക്ക്, സോഫ്റ്റ് സിൽക്കിനകത്ത്. ഇത് വിസ്കോസ് ബനാറസി, മഞ്ഞയും പച്ചയും, മസ്റ്റാർഡ് യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ, നല്ല ഡാർക്ക് ഷെയ്ഡ്. എന്നിട്ട് ഇങ്ങനെ വരും. ധൃതി കൂടി പോകുന്നോ? ഇത് വരും മുന്താണി. ബ്ലൗസ് അതായത് അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ റീസ്റ്റോക്ക് വന്നത് അത് തന്നെ സെയിം സ്റ്റഫ്. ഇത് കഴിഞ്ഞ ദിവസം ഇത് സ്റ്റഫും ബാക്കി സാരിയല്ല, ഇത് റീസ്റ്റോക്ക് വന്നേ ഉള്ളൂ. കാരണം അതൊക്കെ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് കുറച്ചെണ്ണം കൂടി റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ്. ചാർക്കോൾ വീവിങ്, ജെറ്റ് ബ്ലാക്ക്, നല്ല ഭംഗിയായിട്ടോ. ഇത് ഉടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. ഈ പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട്, ഈ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡറും കൂടെ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ബ്ലാക്ക് മെറ്റലിൻ്റെ രീതിക്കുള്ള മാലയും കമ്മലും വളയൊക്കെ ഇട്ട് കഴിയുമ്പം അയ്യോ അപ്പം പറയണ്ട, എന്നാ രസമാണ്, വേറൊരു ഗെറ്റപ്പാണ്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇതും കഴിഞ്ഞ ദിവസം വന്നാൽ ഇപ്പോൾ ഉണ്ടല്ലോ ഒരു പീച്ച് ഷെയ്ഡാട്ടോ. പീച്ചല്ല, റെഡെന്ന് പറയാൻ പറ്റത്തില്ല. സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ തോന്നുന്നു റെഡാണ്. എനിക്ക് തോന്നിയതിന് പീച്ചെന്നാ പറയണ്ടേന്ന് എനിക്ക് തോന്നുന്നു. അതാ പറഞ്ഞ, ഈ കോമ്പിനേഷൻ കളറുകൾ വരുമ്പോൾ നമുക്ക് നല്ല കൺഫ്യൂസ്ഡ് ആവേ. ഇത് പച്ചയാണോ മഞ്ഞയാണോ എന്നുള്ളതും, അല്ല പീച്ചാണോ എന്നുള്ളതും, പച്ചയാണോ എന്നുള്ളത്, പീച്ചാണോ റെഡാണോ കൂടുതൽ ഇതുണ്ട്. ബ്ലൗസ് ഇതുകൊണ്ട്, ബ്ലൗസ് ഇങ്ങനെ കണ്ടോ. ഇനി നമ്മുടെ ബനാറസി സാരിയുടെ പ്ലെയിൻ
ചിലർക്ക് ബുട്ട വേണ്ട, ചിലർക്ക് പ്ലെയിൻ ആ ഒരു നമ്മുടെ പഴയ ട്രഡീഷണൽ രീതിക്കുള്ളത് ഭയങ്കര ഇഷ്ടം. നിങ്ങളിപ്പോൾ കണ്ട അതേ സാരി സെയിം സ്റ്റഫ് എല്ലാമാണ്, ബോഡിയെ ബുട്ട ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് വേറൊരു ഭംഗി, വേറൊരു അഴക്. അപ്പോൾ ബ്ലൗസ് വരുമ്പോൾ പ്രിൻ്റ് ഉണ്ട്, ബ്ലൗസ് പ്രിൻ്റഡ് ആയിട്ട് വരും, ബോഡി പ്ലെയിൻ ആയിട്ട് വരും. പ്രിൻ്റ് അല്ല കേട്ടോ, വീതിങ്. നല്ല വാടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ്. ഇതിൻ്റെ ബോഡിക്ക് എന്തുവാ ഞാനീ പറയുന്നതല്ലേ, എനിക്കിട്ട് ഇടിക്ക് ബോഡിക്കല്ല, ബോർഡറിന് പതിനഞ്ചായിരം കൂടെ. ഈ ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക്. അതായത് കണ്ട ബ്ലൗസ് കണ്ട, ഇതാണ് ബ്ലൗസ്. നല്ല ഭംഗിയായിരിക്കും ബ്ലൗസ് കേട്ടോ. ബോർഡറിന് വീതി ഉണ്ടെന്ന് അറിയില്ലല്ലേ. ബോർഡറിന് മറ്റിപ്പോൾ കണ്ടതിനെ കഴിഞ്ഞൊക്കെ ഒരു ഇച്ചിരി പൊടിക്ക് വീതി ഉണ്ട്. ഒരു താഴത്തെ മുകളിലത്തെ ബോർഡർ സെയിം വീതിയിലാണ്. ഇത് എന്താണ് ബ്ലൗസാണ് കാണിക്കേണ്ടത്. ബ്ലൗസ് അതിൻ്റെ ഭയങ്കര ഹൈലൈറ്റ് കേട്ടോ. ഇതിലെ പോയി ചേട്ടാ എന്തേ കണ്ട ഈ ബ്ലൗസ് ഇട്ടുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത്, ജസ്റ്റ് ഇമാജിൻ. ഇതൊന്ന് ഇവിടെ നിറച്ചും പ്രിൻ്റൊക്കെ ആയിട്ട് അടിപൊളിയായി സിൽവർ വീവിങ് ആണ് പോയിരിക്കുന്നത്. വാടാമുല്ലയുടെ ഒരു നല്ല ഡാർക്ക് ഷെയ്ഡ്. ഇത് റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. റോയൽ ബ്ലൂ വിത്ത് പീക്കോക്ക് ബ്ലൂ. സൂപ്പറാണോ? എനിക്ക് തോന്നി സൂപ്പറാണല്ലോ. എനിക്കിത് എല്ലാ സാരി ഇപ്പം ചിലപ്പോൾ ഓർക്കും കേട്ടോ സാരി കൊടുക്കണം, ഞാൻ അടുത്ത ദിവസം സാരി കൊടുക്കും. ഈ റെഡിമെയ്ഡ് ബ്ലൗസ് വന്നേ പിന്നെ സാരി കൊടുക്കണം എന്നുള്ള വിചാരം ഇങ്ങനെ തീവ്രമായിക്കൊണ്ടിരിക്കുക. ഇത് മുന്താണ്. വേറെ ഒരു സാരി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. അത് ഇതെല്ലാം ഫംഗ്ഷൻ വെയർ സാരിയല്ലേ, അതും ഫംഗ്ഷൻ വെയർ ആണെന്നാലും അത് വേറെ ദിവസം കാണിക്കാം. എടുത്തു വെച്ച മുഴുവൻ സാരി ഒന്നും കാണിക്കുന്നില്ല. നാളെ രാവിലെ 9, അതായത് സൺഡേ രാവിലെ 10 മണിക്ക് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വലിയൊരു കളക്ഷനുമായിട്ട് ഞാൻ വരുന്നതാണ്. റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ എൻക്വയറിക്കാരെന്നും ഉണ്ട്. ഒരു 10-25 എണ്ണമെങ്കിലും ഡെയിലി വരും. അപ്പം അതിപ്പോൾ ഒരാഴ്ച ഗ്യാപ്പും ആയിപ്പോയില്ലേ. പുതിയ കളക്ഷൻസ്, പുതിയ പ്രിൻറ്റും പുതിയ ഡിസൈൻസും വന്നിട്ടുണ്ട്. ഓൾഡ് ഡിസൈൻസിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.